Hey guys, welcome back to our YouTube channel Semir Photobox Vlog. അപ്പോൾ ഇന്ന് ഞാനുള്ളത് വെസ്റ്റ് കോഡൂരിലുള്ള ഫസ്ന ഫൈസൽ ദമ്പതികളുടെ ഒരു ഹോം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2600 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണാം. അപ്പോൾ ഈ വീടിൻ്റെ ഔട്ട്ഡോറിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോർട്ട്യാർഡാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഗ്രാസ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആ ഒരു ഭാഗത്തും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തും ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൈ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇവർ ഈ മോഡലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർച്ച്. ഈ പോർച്ചിൻ്റെ ഫില്ലറും അതേപോലെ തന്നെ സിറ്റൗണിൻ്റെ ഫില്ലറും ഗ്ലാഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ ആ ഭാഗത്തൊക്കെ പർഗോള വെച്ചിട്ട് LED ലൈറ്റൊക്കെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പോർച്ച് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് സിറ്റൗട്ടിലോട്ട് പോകാം. നമ്മുടെ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിട്ട് ഡബിൾ ഡോറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഡൈനിങ് റൂമാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടാണ് ലിവിങ് റൂം വരുന്നത്. അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ലെവൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 സീറ്റർ സോഫയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മിനി ടേബിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൻ്റെ ഈ ഒരു അടിയിലായിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രാസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് സ്റ്റോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ലിവിങ് റൂമിൽ ഇരുന്നിട്ട് നമുക്ക് TV കാണാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ വാള് വന്നിട്ട് ജിപ്സൺ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഭാഗമൊക്കെ ആ പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ച് കാണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് മാത്രം കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തന്നെ ഇവർ എല്ലാ ഭാഗവും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കർട്ടൻ വന്നിട്ട് ഒരു ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഈ 3 പർഗോള വെച്ചിട്ട് വേസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ 2 ഫ്രെയിമൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലാമ്പ് ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് ഹാളിൽ ഒരു പാർട്ടീഷനായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഇവിടെ ദേ മുകളിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു ആഷ് കളറിൽ കാണുന്നത് സ്ട്രക്ചർ പുട്ടിയെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ പർഗോളിൻ്റെ ഒക്കെ ഉള്ളിൽ വന്നിട്ടുള്ള CNC കട്ടിങ് ആണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്ത് തന്നെ 2 സോഫ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കർട്ടൻ വന്നിട്ട് റോമൻസ് കർട്ടൻ ആണ് കേട്ടോ. ചെയറിൻ്റെ താഴെ ആയിട്ട് പ്ലൈവുഡിൽ മൈക്ക് ഒട്ടിച്ചിട്ട് തന്നെ ഒരു ഡോറും പിന്നെ അതേപോലെ തന്നെ 2 ബോക്സസ് പോലത്തെ ഒരു ഏരിയാസും കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ പോട്ടൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡൈനിങ് ഹാളിൽ ഡൈനിങ് ടേബിൾ വരുന്ന പാർട്ടാണ് ഈ കാണുന്നത്. അവിടെ നമ്മളെ ലിവിങ് റൂമിൽ പോലെ തന്നെയാണ് കർട്ടനും അതേപോലെ തന്നെ വാളും ഒക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് 3 ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ടേബിളാണ്. നോർമൽ ഗ്ലാസ് ആണ് കേട്ടോ ഈ ടേബിളിൻ്റെ മുകളിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. എല്ലാതും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലൊക്കെ ജിപ്സം ചെയ്തുകൊണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോയേക്കാം. ബെഡ്റൂമിലോട്ട് പോകുന്ന ഭാഗത്ത് തന്നെ ചുമരിൽ വാൾ സ്റ്റിക്കറാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡോർ തുറന്നിട്ട് പോവാം. താഴെ 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇതിൽ ബെഡിൻ്റെ സൈഡിലായിട്ട് 2 ഷെൽഫും അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തും പിന്നെ വിൻഡോസിൻ്റെതും എല്ലാതും പാനൽ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ പാനൽ ചെയ്തതാണ്. പിന്നെ നമ്മുടെ കർട്ടൻ വന്നിട്ട് ക്ലോത്തിൽ റോമൻസ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്രെയിം ഒക്കെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തന്നെയാണ് ഈ ഒരു റൂമുള്ളത്. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. അതൊരു വൈറ്റും ഒരു വുഡിൻ്റെ തീമിലാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്താണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ വാളൊക്കെ വരുന്നത് ടൈലാണ്. പിന്നെ ഇതാ ഒരു വാഷ് ബേസും ഒരു മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാത്റൂമാണിട്ടത്. ഇനി നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് തോന്നും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന്. പക്ഷേ ഇത് ശരിക്കും ഒരു ഡോറാണ്. അത് നമുക്ക് തുറന്നാലാണ് നമുക്ക് ബെഡ്റൂമിലോട്ട് പോകാൻ പറ്റുക. നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ ഡോർ തുറന്ന് ചെല്ലുമ്പോൾ തന്നെ നേരെ ബാത്റൂമിലോട്ടാണ് വ്യൂ വരുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു ഫോൾഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതും ബാക്കിയുള്ള ബാത്റൂമിനൊക്കെ പോലെ തന്നെയാണ്. ഒരു വാഷ് ബേസും അതേപോലെ തന്നെ ഒരു മിററും വരുന്ന ഒരു ബാത്റൂം തന്നെയാണിത്. ഇതിൻ്റെ വാളിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ.
ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ ഇതാ ഒരു കിഡ്സ് റൂമായിട്ടാണ് വരുന്നത്. ഒരു 2 മിനി ബെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പിന്നെ 2 ബെഡിൻ്റെ മുകളിലായിട്ട് 2 ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും വിൻഡോസ് പാനൽ ചെയ്തിട്ടുണ്ട്. റോമൻസ് കർട്ടനാണ് കേട്ടോ ക്ലോത്തിൽ. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂമിലെ കോട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബെഡ് വന്നിട്ട് നല്ല ഹൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കോട്ടിൻ്റെ ഒക്കെ ഭാഗം പാനൽ ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ വാള് വന്നിട്ട് വാളിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഉള്ളത്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് 3 ഫ്രെയിം വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 ഷെൽഫ് ഉണ്ട്. പിന്നെ ഇതാ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഒരു ചെറിയ ഭാഗം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കർട്ടനൊക്കെ എല്ലാ റൂമിലും ഒരേപോലെ തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ വാർഡ്രോബ് വന്നിട്ട്. ഇതൊരു മിനി വാർഡ്രോബ് തന്നെയാണ് എല്ലാ റൂമിലെയും പോലെ തന്നെ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. കിച്ചൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഈ ക്യാബിനറ്റിൻ്റെ ഒരു ക്രീം കളർ കോമ്പിനേഷനിലാണ് ക്യാബിനറ്റൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലുള്ളത് ഒരു വുഡിൻ്റെ തീമിലാണ്. പിന്നെ ഓവൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വാഷ് ബേസ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിന് ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ നമുക്ക് ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് വാർഡ്രോബ് വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ കൊടുത്തിട്ടൊന്ന് ബോറാക്കണ്ട കരുതിയിട്ട് ഓരിവിടെ ഈ അടിയിൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഐഡിയ ആയിട്ടൊക്കെ തോന്നിയിട്ട്. നമ്മൾ ഹാൻഡിലൊക്കെ ഒരു ചിലപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല വെച്ചാൽ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയും ഈ മുകളിലാണ് ഡോറുള്ളത്. നമ്മൾ അത്യാവശ്യം എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കർട്ടൻ വന്നിട്ട് ബ്ലൈൻഡ് ഫോൾഡ് കർട്ടനാണ്. പിന്നെ ഇവിടെ ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ടേബിൾ ഉണ്ട്. ഇതിൻ്റെ ചെയറൊക്കെ വന്നിട്ട് ഉള്ളിലോട്ട് നീക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇനി ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത്. അതേപോലെ തന്നെ നമുക്കിതാ ഈ കിച്ചണിന്നും വർക്ക് ഏരിയയിലോട്ടും കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട്. നമുക്കിങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉറപ്പുള്ള തന്നെയാണ് കേട്ടോ ഇതുള്ളത്. നമുക്ക് അവിടെ ഒന്നും ആൾക്കാർ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു ടേബിളും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 4-5 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂട്ടെ ഈ ഒരു സ്പേസിലും. സ്പേസ് വേസ്റ്റ് ആവാത്ത രീതിയിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് താഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതാ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു 2 സ്വിച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് താത്തിച്ച് നമുക്കിതാ ഇങ്ങനെ താത്താൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ മുകളിൽ 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫ് കൊടുത്തിട്ട് നല്ല കപ്സും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റൗവും അടുപ്പും ഉണ്ട്. അടുപ്പിൻ്റെ താഴത്ത് നമുക്ക് വിറക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ സ്പേസ് ആകുമ്പോൾ ഒരു ബോറാവുണ്ടാക്കി കരുതിയിട്ടാവും ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ കൊടുത്തിട്ടുള്ളത്. കിച്ചണിലെ പോലെ തന്നെയാണ് വർക്ക് ഏരിയയിലെ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയും ബ്ലൈൻഡ് ഫോൾഡ് കർട്ടൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. കിച്ചണിന് പുറത്തോട്ടുള്ള ഡോറ് ഗ്രില്ലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ അലക്കാനായിട്ട് വേറൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റെയറിലെ സ്റ്റെപ്പ് വന്നിട്ട് ടൈൽസും ഗ്രാനൈറ്റും ആണ്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് 4 പെർഗോള കൊടുത്തിട്ടുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ലാമ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു മിനി സോഫ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂമിലോട്ട് നമുക്ക് പോയേക്കാം. പിന്നെ ഇവിടുത്തെ കർട്ടൻസ് ഒക്കെ വന്നിട്ട് ബെഡ്റൂമിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഏരിയയിലും എല്ലാതും സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ നമ്മൾ താഴത്ത് കണ്ട അതേപോലെ തന്നെയാണ് ഏകദേശം എല്ലാ റൂമും വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇനി നമുക്ക് മുകളിലെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോയേക്കാം.
ഇവിടെ മുകളിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചു തന്ന ബെഡ്റൂമിൻ്റെ അതേപോലെ തന്നെയാണ്. പക്ഷേ ബെഡിൻ്റെ സൈസ് ഒന്ന് കുറവാണ് കേട്ടോ, കോട്ടിൻ്റെയും. എല്ലാ ബെഡ്റൂമിലും ബാത്റൂം ഉണ്ട്. എല്ലാതും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ഓപ്പൺ ടെറസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈലൊക്കെ ഇട്ടിട്ട് വാഷിംഗ് ഏരിയ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്ത ക്ലോത്ത്സും ഒക്കെ ഇടാൻ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഭാഗം തന്നെയാണ് കേട്ടത്. ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബാൽക്കണി സെറ്റപ്പ് പോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഫ്രണ്ട് ഭാഗവും അതേപോലെ തന്നെ കിച്ചൻ്റെ ബാക്ക് ഭാഗവും ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കാണാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആർക്കെങ്കിലും പുതിയ വീട് വെക്കുന്നവർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ്ട് ആ ഡിസൈൻസ് ഒക്കെ അവർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ പുതിയൊരു വീഡിയോ അയച്ച് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. ടാറ്റ.